നമ്മൾ GST കൗൺസിൽ തീരുമാനപ്രകാരം ഈ പാലിന് GST നിലവിലേ ഇല്ല. ഞങ്ങൾ കൊടുക്കുന്ന ഒരു ലോങ് ലൈഫ് മിൽക്ക് എന്ന് പറഞ്ഞ് അല്പം 3 മാസവും 6 മാസവും കേടുവരാതെ സൂക്ഷിക്കുന്ന അതിന് മാത്രം പ്രോഡക്റ്റ് കാറ്റഗറിയിൽ 5% GST ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ 0% ആക്കി. പാല് പോലെ തന്നെ GST ഇല്ലാത്ത വിധത്തിലാക്കി. പക്ഷെ അതിന്റെ വോളിയം സെയിലൊക്കെ വളരെ വളരെ കുറവാണ്. വലിയ തോതിൽ നമ്മൾ വിൽക്കുന്ന പാലിന് പണ്ട് മുതലേ നമുക്ക് GST ഇല്ല. പക്ഷേ 100ഓളം വരുന്ന ബിൽമ പ്രോഡക്റ്റുകൾക്ക് GST ഉണ്ട്. അത് പല സ്ലാബിലാണ്. 5% ഉണ്ട്, 12% ഉണ്ട്, 18% ഉണ്ട്. ഇപ്പൊ GST കൗൺസിലിന്റെ പുതിയ തീരുമാനം ഇന്ന് മുതൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള അറിയിപ്പ് കിട്ടിയപ്പോൾ നമ്മൾ കൊടുക്കുന്ന എല്ലാ പ്രോഡക്റ്റിനും എന്താണോ GST കുറവ്, ആ കുറവ് വരുത്തിക്കൊണ്ട് ഇന്ന് മാർക്കറ്റിൽ ഇന്ന് വിൽക്കുന്നത് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രൈസ് റീഫിക്സ് ചെയ്തുകൊണ്ടുള്ള പ്രൈസ് എല്ലാവരെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിശ്ചയമായിട്ടും താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ എന്താണോ കൺസ്യൂമേഴ്സിന് അർഹതപ്പെട്ടത്, ആ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ പൂർണ്ണമായും കൺസ്യൂമേഴ്സിന് പാസ് ഓൺ ചെയ്തുകൊണ്ടുള്ള നടപടികളായിട്ടാണ് മിൽമ മുന്നോട്ട് പോകുന്നത്. അതിന്റെ നിരക്ക് എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഈ മിൽമയ്ക്കൊപ്പം തന്നെ പനീർ അങ്ങനത്തെ തുടങ്ങിയ പാൽ ഉൽപ്പന്നങ്ങൾക്കൊക്കെ വില കുറയും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഐസ്ക്രീമിനും ഒക്കെ വില കുറയുമെന്ന് കരുതുന്നു. അതിന്റെയൊക്കെ അതെങ്ങനെയാണ് മിൽമയെ സംബന്ധിച്ച് അതെങ്ങനെയാണ് ബാധിക്കുക? അല്ല, മിൽമയെ സംബന്ധിച്ച് അതിനകത്ത് നഷ്ടമൊന്നുമില്ലല്ലോ. നമ്മൾ ഈ പറഞ്ഞ GST എത്രയാണോ നമ്മൾ പിരിക്കുന്നത്, ആ പിരിക്കുന്ന സംഖ്യ നമ്മൾ GST ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുകയല്ലാതെ ബേസിക് പ്രൈസിൽ നമുക്ക് കുറവൊന്നും വരുത്തുന്നില്ല. GST ഇപ്പോൾ 18% ഉള്ളത് 5% മാറിയാൽ ആ വരുന്ന 13% കൺസ്യൂമേഴ്സിന് പാസ് ഓൺ ചെയ്യുക. അപ്പൊ സെല്ലിംഗ് പ്രൈസിലുള്ള വ്യത്യാസം കൺസ്യൂമേഴ്സിന് തന്നെ കൊടുക്കുക എന്നുള്ള നയപരമായ തീരുമാനമാണ് മിൽമയുടെ കഴിഞ്ഞ ഭരണസമിതി യോഗത്തിലെടുത്ത തീരുമാനം. അത് ഇന്ന് മുതൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. അവിടെ നമ്മൾ പൊതുജനങ്ങൾക്ക് ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയ്ക്ക് അവരെ അറിയിപ്പ് കൊടുക്കുന്നത് താങ്കളിപ്പോൾ ഈ മാധ്യമങ്ങളിലൂടെയുള്ള വാർത്തകളിലൂടെ എല്ലാ കൺസ്യൂമേഴ്സും നമ്മളുടെ മിൽമയുടെ സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിൽ ചിലപ്പോൾ MRP പൂർണ്ണമായിട്ടും ആദ്യം സപ്ലൈ ചെയ്തതിൽ മാറ്റാനുള്ള ഒരു അവസരം നമുക്കില്ല. അപ്പൊ ഈ പറഞ്ഞ ടാക്സിന്റെ ഡിഫറൻസ് നമ്മളിപ്പോൾ മാധ്യമങ്ങളിലൂടെയൊക്കെ അത് പറയുന്നുണ്ട്. ടാക്സിന്റെ ഡിഫറൻസ് എമൗണ്ട് കിട്ടി സാധനങ്ങൾ മേടിക്കുന്നു എന്ന് കൺസ്യൂമേഴ്സും ഉറപ്പാക്കാനായിട്ട് നിൽക്കണം. മിക്കവാറും ഇപ്പോൾ ഉള്ള സ്റ്റോക്ക്, ഫീൽഡിലുള്ള സ്റ്റോക്ക് കഴിഞ്ഞ് എല്ലാം നമ്മൾ പുതിയ റേറ്റിൽ തന്നെയാണ് മിൽമയിൽ സപ്ലൈ ചെയ്യുക. പക്ഷെ നിലവിൽ മാർക്കറ്റിലുള്ള സ്റ്റോക്ക് കംപ്ലീറ്റ് നമ്മൾ തിരിച്ചെടുത്ത് പുതിയ റേറ്റിൽ കൊടുക്കാനുള്ള സാങ്കേതികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മളുടെ ഡീലേഴ്സിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ വിലയ്ക്കാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കൺസ്യൂമേഴ്സിന് GST ബെനിഫിറ്റ് കിട്ടുന്ന വിധത്തിൽ കൊടുക്കണമെന്ന് നിർദ്ദേശങ്ങൾ പോയിട്ടുമുണ്ട്. അതായത് ഇന്നു മുതൽ നിലവിൽ വരുമ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള വില തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ? അതിപ്പോൾ അതിൽ കൂടുതലുള്ള വില അതിൽ MRP ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് മനസ്സിലാവും. അത് മാറ്റി എടുക്കാനുള്ളൊരു അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ തന്നെ ആ രീതിയിലേക്ക് പോകാതെ ഇത് ഈ പറഞ്ഞിരിക്കുന്ന നിരക്ക് തന്നെ നൽകാനാണ് സാധ്യത അല്ലേ? അതെ അതെ, കാരണം ഡിസംബർ മാസം വരെ ഇതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കണക്കാക്കിക്കൊണ്ട് തന്നെ GST കൗൺസിലിന്റെ അറിയിപ്പ് വന്നപ്പോൾ ഡിസംബർ വരെ അങ്ങനെയുള്ള MRP റേറ്റിൽ റേറ്റ് അങ്ങനെ MRP റേറ്റ് ഉണ്ടെങ്കിലും GST കുറച്ച് കൊടുക്കാനുള്ള തീരുമാനത്തിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. പക്ഷേ മിൽമയെ സംബന്ധിച്ച് മാർക്കറ്റിലുള്ളതല്ലാതെ ഇന്ന് മുതൽ ഇറങ്ങുന്ന എല്ലാ പ്രോഡക്റ്റുകൾക്കും പുതിയ MRP റേറ്റ് കുറവ് വരുത്തി MRP റേറ്റ് വെച്ചാൽ പോകുന്നത്. മാർക്കറ്റിൽ ഉള്ളതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്രമീകരണം ഡീലർ തരത്തിൽ നടത്താനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.